കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദമായി മാറിയിരിക്കുന്നത് പോസ്റ്റൽ ബാലറ്റ് വിതരണത്തിലെ വീഴ്ചകളും അത് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർക്ക് നൽകാനൊരുങ്ങുന്ന അംഗീകാരങ്ങളുമാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിച്ചില്ല എന്ന ഗൗരവകരമായ ആക്ഷേപം നിലനിൽക്കെയാണ് ഈ വിഭാഗത്തിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം നടത്തുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു എന്ന് ഒരു വിഭാഗം ജീവനക്കാർ പരാതിപ്പെടുമ്പോൾ അതേ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയവർക്ക് മികച്ച സേവനത്തിനുള്ള ബഹുമതി നൽകുന്നത് വൈരുദ്ധ്യമാണെന്ന വാദമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഡീഷണൽ CEO ജെറോമിക് ജോർജാണ് പോസ്റ്റൽ ബാലറ്റ് ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള ശുപാർശ അടങ്ങിയ ഫയൽ സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കറാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ ഈ നീക്കം അത്യന്തം വിവാദപരമാകുന്നത് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലായിരിക്കുന്ന ഒരു ഹർജിയുടെ പശ്ചാത്തലത്തിലാണ്. തെരഞ്ഞെടുപ്പ് ജോലിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നും കൃത്യമായ പരാതി നൽകിയിട്ടും കമ്മീഷന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായിട്ടില്ല എന്നും കാണിച്ച് ഒരു വിഭാഗം ജീവനക്കാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ കേസിൽ കോടതിയുടെ അന്തിമ വിധി വരുന്നതിന് മുൻപ് തന്നെ ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം നൽകാനുള്ള നീക്കം രാഷ്ട്രീയ വൃത്തങ്ങളിലും ഉദ്യോഗസ്ഥ തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 96% ഉദ്യോഗസ്ഥരും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ സർവീസ് സംഘടനകൾ ഈ കണക്കുകളെ പാടെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ അഥവാ FISETO പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം 20,145 ഉദ്യോഗസ്ഥർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കമ്മീഷൻ നൽകുന്ന കണക്കുകൾ വസ്തുതാവിരുദ്ധമാണെന്നും വലിയൊരു വിഭാഗം ജീവനക്കാരുടെ ഭരണഘടനാപരമായ അവകാശമാണ് ഇവിടെ ഇല്ലാതാക്കപ്പെട്ടതെന്നും സംഘടനകൾ ആരോപിക്കുന്നു. വോട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വോട്ടെണ്ണൽ ദിവസം വരെയെങ്കിലും ബാലറ്റ് നൽകി വോട്ട് രേഖപ്പെടുത്താൻ അവസരമൊരുക്കണമെന്ന ആവശ്യവും ഇവർ ശക്തമായി തന്നെ ഉന്നയിക്കുന്നു. സാധാരണഗതിയിൽ സർവീസ് വോട്ടുള്ളവർക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ബാലറ്റ് കൈമാറാൻ അവസരമുണ്ടാകാറുണ്ട്. ഇതേ മാതൃകയിൽ തങ്ങൾക്കും അവസരം നൽകണമെന്നാണ് വോട്ട് നഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ആവശ്യങ്ങളിൽ കൃത്യമായ ഉറപ്പുകൾ നൽകാതെ പോസ്റ്റൽ ബാലറ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ തിരക്കിട്ട നീക്കം നടത്തുന്നത് ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വോട്ടവകാശം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിന് എങ്ങനെയാണ് മികച്ച സേവനത്തിനുള്ള അംഗീകാരം നൽകുക എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. വരും ദിവസങ്ങളിൽ കോടതിയുടെ ഇടപെടലുകളും സർവീസ് സംഘടനകളുടെ പ്രതിഷേധവും ഈ വിഷയത്തിൽ നിർണായകമാകും. കേരളത്തിലെ വോട്ടെടുപ്പ് നടപടികളിലെ സുതാര്യമായി തന്നെ ബാധിക്കുന്ന ഒന്നായി ഈ പോസ്റ്റൽ ബാലറ്റ് വിവാദം മാറിക്കഴിഞ്ഞു.